സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടും. രാവിലെ 10 മുതൽ രാത്രി 12 വരെ ബാറുകൾ തുറന്നിരിക്കും. ടൂറിസം ഉള്ളിടങ്ങളിൽ പുലർച്ചെ വരെ 5 സ്റ്റാർ ബാറുകൾ തുറന്നിരിക്കും. ഇതിനധികം ഫീസ് നൽകണം. നിലവിൽ 11 മുതൽ 11 വരെയാണ് പ്രവൃത്തി സമയം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, ബാർ ഉടമകളുടെ ദീർഘകാല ആവശ്യമാണ് രാവിലെ 10 മണിക്ക് തുറക്കുക, രാത്രി 12 മണിക്ക് അടയ്ക്കുക. അതുകൂടാതെ ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രത്യേക ഇളവും. തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടുന്നു. സാധാരണ മദ്യനയത്തിന്റെ ഭാഗമായി ഇത്തരം പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഇപ്പോൾ സർക്കാർ അത് മദ്യനയത്തിന്റെ ഭാഗമായി അല്ലാതെ തന്നെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. വിജ്ഞാപനം പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനത്ത് നിലവിൽ ബാറുകളുടെ പ്രവൃത്തി സമയം സാധാരണ 11 മുതൽ രാത്രി 11 വരെയാണ്. ടൂറിസം കേന്ദ്രങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിന് ഇളവ് നൽകിയിരുന്നു. അത് ടൂറിസം കേന്ദ്രങ്ങളിൽ 10 മുതൽ 12 വരെ എന്ന നിലയിൽ അവിടെ പ്രത്യേക ഇളവ് നൽകി സർക്കാർ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ എല്ലായിടങ്ങളിലും ബാറുകളുടെയും ബിയർ ആൻഡ് വൈൻ പാർലറുകളുടെയും പ്രവൃത്തി സമയം 2 മണിക്കൂർ ദീർഘിപ്പിക്കുന്നത്. രാവിലെ 11 തുറക്കുന്ന ബാറുകൾ ഇനി മുതൽ 10 മണിക്ക് തുറക്കും. 11 രാത്രി അടയ്ക്കുന്ന ബാറുകൾ 12 മണി വരെ പ്രവർത്തിക്കും. ഇതിന് വിശദീകരണമായി എക്സൈസ് വകുപ്പ് പറയുന്നത്, ഇപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളിൽ ബാറുകൾ 10 മുതൽ 12 വരെ പ്രവർത്തിക്കുമ്പോൾ അതിനോട് ചേർന്ന പ്രദേശങ്ങൾ, അതായത് ഉദാഹരണത്തിന് മട്ടാഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിൽ ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ നോട്ടിഫൈ ചെയ്ത പ്രദേശങ്ങൾ അത് 10 മണിക്ക് തുറക്കുകയും 12 വരെ പ്രവർത്തിക്കുകയും ചെയ്യും. തൊട്ടടുത്ത പ്രദേശത്ത് ഒരുപക്ഷെ ഒരു റോഡിന് അപ്പുറമാകാം, ആ പ്രദേശങ്ങളിൽ ബാറുകൾക്ക് 1 മണിക്കൂർ വൈകി മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ. ഇതൊരു ആശയക്കുഴപ്പത്തിനും പലപ്പോഴും തർക്കങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ ബാറുകളുടെ പ്രവൃത്തി സമയം ഏകീകരിക്കുകയാണെന്നാണ് സർക്കാരിന്റെ വാദം. മൈസ് ടൂറിസം ഉള്ള കേന്ദ്രം, അതായത് മീറ്റിംഗുകൾ, മാരേജുകൾ, അതുപോലെ തന്നെ കോൺഫറൻസുകൾ, എക്സിബിഷൻ തുടങ്ങിയ നടക്കുന്ന നോട്ടിഫൈഡ് ടൂറിസം കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിൽ കൂടുതൽ ഇളവ് സർക്കാർ നൽകുകയാണ്. അതായത് ആ പ്രദേശങ്ങളിൽ പ്രത്യേക ലൈസൻസ് എടുത്താൽ, പ്രത്യേക ഫീസ് 5 ലക്ഷം രൂപ ഫീസ് അടച്ചാൽ പുലർച്ചെ 3 വരെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാം, 5 സ്റ്റാർ ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാമെന്നൊരു ഇളവ് കൂടി. പ്രത്യേകിച്ച് കോവളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അവിടെയൊക്കെ പുലർച്ചെ 3 വരെയും ബാറുകൾക്ക് തുറന്നു പ്രവർത്തിക്കുന്ന അനുമതിയാണ് സർക്കാർ ഇതിലൂടെ നൽകുന്നത്. ദീർഘനാളായി ബാർ ഉടമകളുടെ ആവശ്യമായിരുന്നു. അതിനപ്പുറത്തേക്ക് ടൂറിസം മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള ആവശ്യമാണ്. സംസ്ഥാനത്തെ മദ്യനയം രൂപീകരിക്കാനുള്ള ചർച്ചകളിലൊക്കെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ടൂർ ഓപ്പറേറ്റർമാർ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന പ്രധാനികളൊക്കെ ഇത്തരം ഒരു മാറ്റം വേണം. കാരണം പലപ്പോഴും വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് 10 മണിക്ക് ബാറുകൾ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പ്രവർത്തനത്തെ ബാധിക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് അവിടെ വരാനുള്ള താല്പര്യം കുറയുന്നു എന്നൊരു ആശങ്ക ടൂറിസം മേഖലയിലെ ആളുകൾ സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ടെക്നോ പാർക്ക് മുതലായ മേഖലകളിലും അവിടെയും ആളുകൾക്ക് പ്രത്യേക സംവിധാനങ്ങൾ, അവർക്ക് മദ്യപിക്കാനുള്ള, അവരുടെ ജോലി സമയത്തിന് ശേഷം മദ്യപിക്കാനുള്ള സംവിധാനങ്ങൾ വേണമെന്ന് ആവശ്യം ഉയർന്നു വന്നു. അങ്ങനെ ടെക്നോ പാർക്കുകൾ പോലുള്ള IT പാർക്ക് മേഖലകളിൽ പ്രത്യേക ബാറുകൾ തുറക്കാൻ സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. അതിന്റെയൊക്കെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നത്. 10 മുതൽ 12 വരെയായി മാറ്റുന്നു. സ്വാഭാവികമായും ഇതിൽ 2 വശമുണ്ടാകും, 2 വാദങ്ങളുണ്ടാകും. ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയങ്ങളുടെ തുടർച്ചയെന്ന വിമർശനം സ്വാഭാവികമായി ഉയർന്നു വരും. അത്തരം പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. മറുഭാഗത്ത് ടൂറിസം മേഖലയും അതുപോലെ തന്നെ ബാർ ഉടമകളുമൊക്കെ വലിയ രീതിയിൽ ഇത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു തീരുമാനമാണ്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. ഏതായാലും നയത്തിൽ പിണറായി സർക്കാർ ഒരുപാട് ഇളവുകൾ കൊണ്ടുവന്നിരുന്നു. മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന എന്ന വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴും അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഇളവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും നൽകുന്ന നയങ്ങളാണ് പ്രധാനമായും ഈ സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ വിജ്ഞാപനം ഇറങ്ങേണ്ട കാലതാമസം മാത്രമായിരിക്കും അരുണ. ഒരുപക്ഷെ ഈ മാസം തന്നെ, ഈ ഫെബ്രുവരി മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയേക്കാം. നേരത്തെ അരുൺ പറഞ്ഞാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മദ്യവർജനം എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ബാറുകളുടെ എണ്ണം കൂട്ടി, ഇപ്പോൾ പ്രവൃത്തി സമയം കൂട്ടുന്നു. അപ്പോൾ മദ്യത്തെ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകും. സ്വാഭാവികമാണ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ കാണാം നമുക്കിനി. രഞ്ജിത്ത്, ഇന്ന് തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ
ഇത് സംബന്ധിച്ച ഫയൽ നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് പ്രസിൽ, ഞാനിപ്പോൾ ഗവൺമെന്റ് പ്രസിന്റെ എതിർവശമാണ്, ഗവൺമെന്റ് പ്രസിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രിന്റിംഗിനായി ഈ വിജ്ഞാപനം പ്രിന്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരുപക്ഷെ വിജ്ഞാപനം പുറത്തിറങ്ങും. അതായത് ഇന്ന് വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ഇന്ന് രാത്രി മുതലോ അല്ലെങ്കിൽ ഒരു ഡേറ്റ് കാണും, ഒരുപക്ഷെ നാളെ മുതലാകാം ഈ ബാറുകളുടെ പ്രവൃത്തി സമയം ദീർഘിപ്പിച്ചുള്ള തീരുമാനം നടപ്പിലാകും. അത് ഒട്ടും കാലതാമസം ഉണ്ടാകില്ല. സർക്കാർ പല തലങ്ങളിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായ തീരുമാനമായി ഇതിനകം നടപ്പാക്കാനുള്ള തീരുമാനം തന്നെയാണ്. അത് വൈകാതെ വിജ്ഞാപനമായി തന്നെ പുറത്തിറങ്ങും. സ്വാഭാവികമായും സൂചിപ്പിച്ച പോലെ മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് സർക്കാർ നയം. അടിക്കടി പറയുന്ന സർക്കാരാണത്. മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വിമുക്തി പോലുള്ള പരിപാടികളിലൂടെ മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള, ഉപയോഗം കുറയ്ക്കാനുള്ള ബോധവൽക്കരണം നടത്തുന്ന സർക്കാരാണ്. പക്ഷേ ബാറുകൾ, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ബാറുകളുടെ എണ്ണം കൂട്ടുന്നു, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ യഥേഷ്ടം അനുവദിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ സമയം കൂടി ദീർഘിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വരികയാണ്. ഒരു വശത്ത് മദ്യ വിരോധികളുടെ അല്ലെങ്കിൽ മദ്യവിരുദ്ധ സംഘടനകളുടെയും പ്രത്യേകിച്ച് ചില ക്രൈസ്തവ സഭകളുടെയും ഒക്കെ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതേസമയം തന്നെ മറുവശത്ത് ഇതിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് മദ്യപാനികൾ എന്ന് മാത്രം ചുരുക്കിക്കാണാവുന്ന ഒരു വിഭാഗമായിരിക്കില്ല. പകരം ഈ ബാർ ഹോട്ടൽ ഉടമകൾ, ടൂറിസം മേഖലയിലെ പ്രമുഖർ, ടൂർ ഓപ്പറേറ്റർമാർ തുടങ്ങി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തുടങ്ങി വലിയൊരു വിഭാഗം ഇതിനെ അനുകൂലിച്ചും രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. ഏതായാലും സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ കാണുന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. മദ്യ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളാണ് സർക്കാരിന് വലിയ വിമർശനം പലപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കാറുള്ളതാണ്. ഏതായാലും ഇപ്പോഴും സമാന വിമർശനങ്ങൾ ഉയർന്നു വരാം. ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. അവിടെ സർക്കാരിനെതിരെയുള്ള ഒരു പ്രചരണ വിഷയമായി കൂടി ഒരുപക്ഷെ പ്രതിപക്ഷ കേന്ദ്രങ്ങൾ ഇത് ഉപയോഗിച്ചേക്കാം. അപ്പോൾ സർക്കാരിന് മറുപടി വരാനുള്ളത് ടൂറിസം മേഖലയുടെ ഭാഗമാണ്, ടൂറിസം മേഖലയുടെ ആവശ്യമാണ്, ബാർ ഉടമകളുടെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ ടൂറിസം മേഖലയിൽ വരുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് ദീർഘനാളായി അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം തീരുമാനമെടുക്കുന്നത്. എല്ലായിടത്തും ഒരു ഇളവ് നൽകുകയല്ല, മറിച്ച് ഈ പുലർച്ചെ വരെ പ്രവർത്തിക്കാനുള്ള ഇളവ് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ഉള്ളൂ. അത് നോട്ടിഫൈഡ് ടൂറിസം കേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന വിശദീകരണമാകും സർക്കാർ ഈ വിഷയത്തിൽ നൽകുക. വി അരുണാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ബാറുകളുടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുന്നു. 2 മണിക്കൂറാണ് വർധനവ്. ഇനി രാവിലെ 10 മുതൽ രാത്രി 12 വരെ ബാറിൽ കയറി ധാരാളം കുടിക്കാം.